PMCയിലെ സർക്കാർ നിലപാടിൽ തുടക്കം മുതൽ വെട്ടിലായത് മുസ്ലിം ലീഗാണ്. അധികാരത്തിലെത്തുന്നതിന് തൊട്ട് മുൻപ് വരെ പദ്ധതിയെ നഖശിഖാന്തം എതിർത്ത ലീഗിന്റെ വായടപ്പിക്കുന്ന നീക്കങ്ങളാണ് UDF സർക്കാരിൽ നിന്നുണ്ടായത്. സർക്കാർ നിലപാടിനെ തള്ളിപ്പറയാൻ കഴിയാത്ത ഗതികേടിലാണ് ലീഗ് മന്ത്രിമാരും. പദ്ധതിക്കെതിരെ ഇന്നലെ ചേർന്ന UDF യോഗത്തിൽ ലീഗ് വിയോജിപ്പ് അറിയിച്ചിരുന്നു. PMCയിൽ തൽസ്ഥിതി തുടരണമെന്നാണ് ലീഗിന്റെ നിലപാട്. മുസ്ലിം സംഘടനകൾക്കിടയിലും പദ്ധതിക്കെതിരെ എതിർപ്പ് ശക്തമാണ്. വിവരങ്ങളുമായി VS രഞ്ജിത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. VS രഞ്ജിത്ത്, ഈ ലീഗിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് LDF എടുക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നില്ല. തുടർച്ചയായ അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അധിക്ഷേപിക്കുന്നവർക്ക് കുടപിടിക്കുന്നു. ഇതൊക്കെ വ്യാപകമായ പ്രചാരണ വിഷയമായ ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. ലീഗാണ് ഈ പ്രചാരണങ്ങൾക്ക് മുഴുവനും നേതൃത്വം നൽകിയതും. അവരതിൽ പറയുന്നതിൽ അവർക്ക് അവരുടേതായ രാഷ്ട്രീയമായ അടിത്തറ ഉണ്ടായിരുന്നു താനും. പക്ഷെ PMC വലിയ തോതിലെടുത്ത് ആയുധമായി ഉപയോഗിച്ചതാണ്. നേതാക്കൾ എല്ലാവരും വലിയ ആവേശത്തോടു കൂടി പ്രസംഗിച്ചതാണ്. എന്ത് പറയും അണികളോട് എന്നതാണ് പ്രശ്നം. മധു, ഈ മുന്നണിയിൽ ലീഗല്ല വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. കേരള കോൺഗ്രസ് ആണെങ്കിൽ പോലും ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ലീഗിന്റെ ഒരു മന്ത്രി PM3 കരാറിൽ ഒപ്പിടുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ പ്രശ്നം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ അണികളോട് മാത്രം പറഞ്ഞാൽ പോരാ, സമൂഹത്തോടും സമുദായത്തോടും ഒക്കെ പറയേണ്ട ബാധ്യതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിലാണ് ലീഗ് ഇപ്പോൾ കുഴങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് PM3 കരാറിൽ ഒപ്പുവെക്കേണ്ടതില്ല, അല്ലെങ്കിൽ PM3 കരാറുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ വളരെ വ്യക്തമായ നിലപാട്. അത് ലീഗിന്റെ വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തപ്പോഴൊക്കെ ലീഗിന്റെ നേതൃയോഗത്തിലൊക്കെ തന്നെ നേതാക്കന്മാർ പറഞ്ഞത് PM3യുമായി മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. കാരണം അത് വലിയ തോതിൽ പ്രതിസന്ധി ലീഗിനുണ്ടാക്കും എന്നുള്ളതുകൊണ്ട് തൽസ്ഥിതി തുടരട്ടെ. ഒരു 6 മാസം 7 മാസക്കാലം PM3ക്ക് കാലയളവുണ്ട്. ആ കാലയളവ് വരെ LDF സർക്കാരിന്റെ കാലത്ത് എന്താണോ ചെയ്തത് അത് തുടരട്ടെ. UDFന്റെ ഭാഗത്തുനിന്ന് അതിൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കേണ്ടതില്ല എന്നുള്ളതാണ് ലീഗിന്റെ നിലപാട്. അത് UDFനകത്ത് ലീഗ് വ്യക്തമാക്കിയ നിലപാടാണ്. അതുപോലെ തന്നെയാണ് സബ് കമ്മിറ്റിക്കകത്തും ലീഗ് ഇതേ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും UDFിലെ കോൺഗ്രസിനെ സംബന്ധിച്ചുമൊക്കെ കേന്ദ്ര സർക്കാരുമായി ഒരു ഉടക്കിയുള്ള മുന്നോട്ട് പോക്ക് വേണ്ടതില്ല. കേന്ദ്ര സർക്കാരുമായി കൊമ്പ് കോർക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ PM3യിൽ ഒപ്പിടില്ല എന്നൊക്കെ പറഞ്ഞൊരു ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ചാൽ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് മാത്രമല്ല കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമുള്ള ഒരു ബന്ധത്തെ അത് ബാധിക്കുമോ എന്നുള്ള ആശങ്കയാണ് മുന്നണി യോഗത്തിലൊക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കുവച്ചത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പൊ K സുരേന്ദ്രൻ വെല്ലുവിളിച്ചിരുന്നു, ലീഗ് ഇതിൽ ഒപ്പുവെക്കും, ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ PM3യിൽ ഒപ്പുവെക്കും. ഇതൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കൂ. തീർച്ചയായിട്ടും അത് തന്നെയാണ് വലിയ ഗതികേട്. ലീഗ് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് PM3 പോലുള്ള സംഘപരിവാർ അജണ്ടയുമായി ബന്ധപ്പെട്ട ഒരു കരാർ, അതിൽ ലീഗിന്റെ ഒരു മന്ത്രി ഒപ്പുവെച്ചു, ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഒപ്പുവെച്ചു എന്നുള്ളത് തന്നെയായിരിക്കും. അതായത് PM3യെ കേരളത്തേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നത് ഒരു ലീഗിന്റെ മന്ത്രിയാകുമ്പോൾ ഉണ്ടാവുന്ന നാണക്കേട് ഇപ്പോൾ മാത്രമല്ല ചരിത്രത്തിലും അവശേഷിക്കുമെന്നുള്ളത് തന്നെയാണ് ലീഗിനെ സംബന്ധിച്ച് വലിയ ബാധ്യത. അതുകൊണ്ട് ലീഗ് മുന്നണി യോഗത്തിലും പുറത്തുമൊക്കെ തന്നെ PM3 നടപ്പാക്കേണ്ടതില്ല എന്ന നിലപാടിൽ മുന്നോട്ട് പോകുന്നു. തൽസ്ഥിതി തുടരട്ടെ എന്ന നിലപാടിൽ മുന്നോട്ട് പോകുന്നു. ഇനി അഥവാ ഒപ്പുവെക്കേണ്ട ഒരു ഗതികേട് ഏതെങ്കിലും ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുകയോ അതിലൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കേണ്ടി വരികയോ ചെയ്യുമ്പോൾ ഉപാധികൾ മുന്നോട്ട് വെക്കണം എന്നാണ് ലീഗ് പറഞ്ഞിട്ടുള്ളത്. അതായത് സംഘപരിവാറിന്റെ അജണ്ട, കേന്ദ്ര സർക്കാരിന്റെ അജണ്ടകൾ സിലബസിൽ പാഠ്യപദ്ധതിയിൽ കൊണ്ടുവരാതിരിക്കണം എന്നുള്ളൊരു ഉപാധി ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ കോടതിയിൽ പോയി ഈ SSK ഫണ്ടൊക്കെ പിടിച്ചു വെക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഫെഡറൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ കോടതിയിൽ പോകണം എന്നുള്ളൊരു നിലപാടും ലീഗിനുണ്ട്. അപ്പോൾ അത്തരം നിലപാടുകളൊക്കെ മുന്നണിയിൽ ലീഗ് ആവർത്തിച്ച് പറയുമ്പോഴും ഈ PM3യുമായി മുന്നോട്ട് പോകണം എന്നൊരു നിലപാടാണ് ഈ സബ് കമ്മിറ്റിക്ക് ഉള്ളത്. സബ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചില്ല എങ്കിൽ കൂടി സബ് കമ്മിറ്റിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഇത് മുന്നോട്ട് പോകട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുന്നതാണ് ലീഗിനെ പ്രതിസന്ധിയിലാക്കുന്നത്. അത് ആ ഒരു നിലപാട് തന്നെയാണ് UDF കൺവീനർ പറഞ്ഞത്. UDF കൺവീനർ അതൊരു തീരുമാനമായി പ്രഖ്യാപിച്ചതോടുകൂടി ലീഗിന് വീണ്ടും പ്രതിസന്ധിയാവുകയാണ്. കാരണം കാന്തരം വിഭാഗം, സമസ്ത, അതിന്റെ യുവജന വിഭാഗം രംഗത്തെത്തുന്നു. വെൽഫെയർ പാർട്ടി ലീഗിനൊപ്പവും UDFനൊപ്പവും തെരഞ്ഞെടുപ്പ് കാലത്ത് നിന്ന വെൽഫെയർ പാർട്ടി പരസ്യമായി പറയുന്നത് ജനവഞ്ചനയാണെന്ന് പറയുന്നു. അങ്ങനെ സമുദായത്തിനകത്ത് വലിയ തോതിൽ ലീഗിന് വിമർശനം ഉണ്ടാവുന്നു. ലീഗിന്റെ മന്ത്രിമാർ, ലീഗിന്റെ അണികൾ, ലീഗിന്റെ നേതാക്കൾ, സാമുദായിക സംഘടനകളുടെ മുഖപത്രം ഇതൊക്കെ കടുത്ത വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ലീഗ് വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. നിലപാടുണ്ടോ? ധാരാളമുണ്ട്. എന്നാൽ നടപ്പിലാക്കുമോ? നടപ്പിലാക്കും എന്നതാണ് സാഹചര്യം.